നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കറിയാണല്ലേ മീൻകറി. മീൻകറി ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യം മൺചട്ടിയാണേ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് മത്തി മുളകിട്ടതാണ്. അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകും ഉലുവയിട്ട് പൊട്ടിച്ചു. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് ആഡ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തു. അതിനുശേഷം കൊച്ചുള്ളി അരിഞ്ഞതും പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി. അപ്പോഴേക്കും അതിൻ്റെ നിറം ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങും. ആ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പൊടികൾ ആഡ് ചെയ്തു. പൊടികളായിട്ട് ഇന്ന് ആഡ് ചെയ്തേക്കുന്നത് മഞ്ഞൾപ്പൊടിയും കശ്മീരി മുളക് പൊടിയും മാത്രമാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ എരിയുള്ള മുളക് പൊടി ആഡ് ചെയ്യാം. പക്ഷേ അങ്ങനെയുള്ളപ്പോൾ പച്ചമുളകിന് എണ്ണ ഇച്ചിരി ഒന്ന് കുറച്ചാൽ മതി. പിന്നെ ശകലം മല്ലിപ്പൊടിയും വേണമെങ്കിൽ ആഡ് ചെയ്യാം. പൊടികളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ട് കൈ എടുക്കാതെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കണം. 1 മിനിറ്റ് ഒന്ന് പൊടി ഒന്ന് ഫ്രൈ ചെയ്ത് വരണം. കരിയാൻ പാടില്ല. ഈ സ്റ്റെപ്പാണ് മീൻകറി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പ് കേട്ടോ. അങ്ങനെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുടംപുളി നന്നായിട്ട് കഴുകിയിട്ട് ഉപ്പിട്ട ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചതാണേ. അങ്ങനെ കുതിർത്ത് വെച്ചാൽ വെള്ളത്തോടു കൂടി തന്നെയാണ് ഒഴിക്കേണ്ടത്. അത് ഒരു മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കണം. തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചാറിന് ആവശ്യമായിട്ടുള്ളത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് തിളപ്പിക്കാം. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചാറ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോരോ മീൻ കഷ്ണങ്ങളായിട്ട് പതുക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചാറ് നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മീൻ നന്നായിട്ട് വേവണം. ചാറൊന്ന് തിളച്ച് കുറുകയും വേണം. ഇടയ്ക്ക് തുറന്ന് നോക്കി ചാറിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് കുറച്ചൊന്ന് വറ്റണം. പക്ഷേ എന്നാൽ ഒരുപാട് കുറുകാനും പാടില്ല. കാരണം നമ്മളിത് ഒഴിക്കാനുള്ള കറിയായിട്ട് ഉപയോഗിക്കുന്നതല്ലേ. ഇടയ്ക്കൊന്ന് തുറന്ന് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ആവശ്യമാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും തിളച്ചിട്ട് ചാറൊക്കെ കുറുകി നമ്മുടെ ഒരു ആവശ്യമുള്ള കൺസിസ്റ്റൻസിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോഴേക്കും ഞാൻ ഒരു പീസ് കുടംപുളി എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം ഇരിക്കും തോറും അതിനകത്ത് പുളി ഒരുപാട് അങ്ങ് ഇറങ്ങിപ്പോവും. ഇനി ഒരു തിളയും കൂടെ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫൈനലി കുറച്ച് ഉലുവാപ്പൊടിയും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചിട്ട് ഒരു 15 മിനിറ്റ് വെച്ചേക്കാം. അതിനുശേഷം തുറക്കുമ്പോൾ ഇതാണ് ലുക്ക്. ചൂടോട് കൂടി തന്നെ ചോറിൻ്റെ കൂടെ വിളമ്പാം. അങ്ങനെ മത്തി മുളകിട്ടത് റെഡി.